ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യകളിലും സാധാരണ ഊണിൻ്റെ കൂടെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അടിപൊളി നാടൻ ഇഞ്ചിക്കറിയാണ്. സാധാരണ ഇഞ്ചിക്കറി വെക്കുമ്പോൾ ചിലർക്കെങ്കിലും ചെറിയൊരു കയ്പോ അല്ലെങ്കിൽ അമിതമായ എരിവൊക്കെ വരാറുണ്ടല്ലോ. എന്നാൽ ഇത് തയ്യാറാക്കുമ്പോൾ തികച്ചും വ്യത്യസ്ത രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി വേണം. ഒരു 5-6 അല്ലി കൊച്ചുള്ളി വേണം. പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി ഒരു 150 ഗ്രാം അളവിലാണ് ഇഞ്ചി എടുത്തേക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ നമ്മളൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഇഞ്ചി ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതേ രീതിയിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ഇഞ്ചി നമുക്കൊന്ന് അതിൻ്റെ ആ ഒരു ജ്യൂസ് നമുക്കൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കണം. പണ്ടുള്ളവർ ഇഞ്ചിക്കറിയെ 100 കറികൾക്ക് തുല്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത്ര ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ ഇഞ്ചിക്കറിക്ക്. ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ജിഞ്ചർ റോൾ എന്ന ഘടകം ദഹന പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കുകയും സദ്യകളിൽ കനത്ത ഭക്ഷണം കഴിച്ചാലും ഇഞ്ചിക്കറി കൂട്ടുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ വയറ്റിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഗ്യാസ്, വയറ് വീർത്തു വരിക എന്നിവയൊക്കെ ഇഞ്ചിക്കറി ഒരു മികച്ച മരുന്നാണ്. ഇതുപോലെ നമ്മൾ ഇഞ്ചിയുടെ ജ്യൂസൊക്കെ ഒന്ന് പിരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമ്മൾ ഇഞ്ചി എടുക്കേണ്ടത്. ആ ജ്യൂസ് കളയരുത്, അത് മാറ്റി ഒന്ന് തെളിയാനായിട്ട് മാറ്റി വെക്കണവേ. ഈ ഒരു ജ്യൂസ് നമ്മൾ ഇഞ്ചിക്കറിയിൽ എടുക്കാനുള്ളതാണ്, അതുകൊണ്ട് അതും നമ്മൾ മാറ്റി വെക്കണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കാവേ. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണവേ. ആദ്യം നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നാലേ രണ്ടും ഒറ്റയായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പോയി എങ്ങനെ ചെയ്യും. ഈ ഒരു ഇഞ്ചിക്കറിക്ക് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നൽകാൻ നല്ലതാണ്. ജലദോഷം, ചുമ എന്നിവയൊക്കെ മാറാനും സഹായിക്കും. അതുപോലെ തന്നെ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഇഞ്ചി പതിവായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മളിട്ട വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഇഞ്ചിക്കറി വെക്കുമ്പോൾ ഇഞ്ചി മാത്രമല്ലേ ചേർക്കാറുള്ളൂ. എന്നാൽ ഇതിലേക്ക് കൊച്ചുള്ളി കൂടി ചേർക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക നാടൻ രുചിയും മണവും കിട്ടുവേ. ഒപ്പം ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും വളരെ കൂടുതലാണ്. കൊച്ചുള്ളിയിൽ വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിന് നല്ല പ്രതിരോധശേഷി നൽകാൻ സഹായിക്കുവേ. അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ മൂപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ വേണേൽ നമ്മൾ മൂപ്പിച്ച് എടുക്കാനായിട്ട്. ഇനി അതേ ഓയിലിൽ തന്നെ നമ്മൾ ജ്യൂസ് പിരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ആദ്യം നമ്മളിത് ഇഞ്ചി ഓയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഓയിലെല്ലാം അങ്ങ് വലിച്ചെടുക്കും. കുറച്ച് കഴിയുമ്പോൾ ഇഞ്ചി മൂത്ത് വരുമ്പോൾ ആ എണ്ണയെല്ലാം വിട്ട് വരുവേ. നമുക്ക് എന്നിട്ട് അതിലേക്ക് ഒരു കതപ്പ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അന്നേരം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇഞ്ചി വറുക്കുമ്പോൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണമേ. ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണവേ. നമ്മൾ ഇതിലേക്ക് നീരും പിരിഞ്ഞ് മാറ്റിയത് കൊണ്ട് തന്നെ ഇഞ്ചി പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടി, ഒട്ടും എണ്ണയും കുടിക്കത്തുമില്ല. ഇഞ്ചി ഇതുപോലെ പാകത്തിന് വറുത്തെടുക്കുമ്പോഴാണ് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടുന്നത്. പണ്ട് കാലത്തുള്ളവർ പറയുവേ, ഈ സദ്യക്ക് എത്ര വലിയ വിഭവങ്ങളുണ്ടായാലും ഇഞ്ചിക്കറി ഇല്ലെങ്കിൽ ആ സദ്യ പൂർണ്ണമായില്ലെന്നാണ് പറയുന്നത്. ഇഞ്ചിയൊക്കെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഈ മൂപ്പിലാണെങ്കിൽ നമ്മൾ ഇഞ്ചിയൊക്കെ വറുത്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാവേ. അതിന് നമ്മൾ വറുത്തെടുത്ത ആ ഓയിൽ കുറച്ചും മാറ്റിയിട്ട് 1 സ്പൂൺ അളവിൽ ഓയിൽ മാത്രം എടുത്താൽ മതിയേ. ഈ ഒരു അളവിൽ ഓയിൽ എടുത്താൽ മതിയേ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. പിന്നെ അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണാണ്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാവേ. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവേ. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. അങ്ങനെ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച എല്ലാ കൂട്ടും കൂടെയും നമുക്കിട്ടൊന്ന് അരച്ചെടുക്കുക. പൊടിയും നമ്മളിപ്പോൾ വറുത്തെടുത്ത പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തില്ലേ, അതെല്ലാം ഒന്നിച്ചൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നിച്ചിടുക. ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം.
ഇതിപ്പോൾ ഓയിലൊക്കെ ഉള്ളത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് ആവശ്യത്തിന് ഓയിലുണ്ട് ഇതിൽ. ആ ഓയിലിൻ്റെ ആ ഒരു നനവിൽ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടുവേ. അതുകൊണ്ട് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട കാര്യമില്ലേ. അഥവാ അരയാൻ പാടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയേ. എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഫ്രൈ ചെയ്ത് അതേ പാനിൽ തന്നെ നമുക്ക് ബാക്കി വന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. ബാക്കി വന്ന ഓയിലെല്ലാം ഞാൻ ചേർക്കുന്നുണ്ട്. പണ്ടുള്ളവർ പറയുവേ ഈ ഇഞ്ചിക്കറി കൂട്ടിയാൽ 100 കറികൾ കൂട്ടിയതിന് സമം എന്നാണ് പറയുന്നത്. മറ്റൊന്നുമല്ല, സദ്യയിലെ പായസവും പ്രഥമനും ഒക്കെ കഴിച്ച് വയറ് നിറയുന്നുണ്ടാവുമല്ലേ, അന്നേരം ആ അസ്വസ്ഥതകളും ദഹനക്കേടും ഒക്കെ മാറ്റാനും ഒരു സ്പൂൺ ഇഞ്ചിക്കറി കൊണ്ട് പമ്പ കിടക്കുവേ. അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചിക്കറിയെ സദ്യയിലെ രാജാവെന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരുന്ന പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും ചേർത്ത് കൊടുക്കണേ. എൻ്റെ കൈവശം വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് നമുക്ക് ആ ഓയിലൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. വെള്ളം നമുക്ക് അരച്ച ജാറിലേക്ക് ബാക്കി അരപ്പും കൂടെ ആയിട്ട് കലക്കി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ ഇപ്പം തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി ചീത്തയായി പൊത്തൊന്നുമില്ലേ. ഇഞ്ചിക്കറി നല്ല രീതിയിൽ തന്നെ നമ്മളിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അത് ചീത്തയായി പൊത്തൊന്നുമില്ല വെള്ളം ചേർത്തേക്കുന്നത് കൊണ്ട്. ഇനി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. പണ്ട് തിരുവിതാംകൂർ സദ്യയിലും മറ്റും ഇഞ്ചിക്കറിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. അക്കാലത്ത് രാജകൊട്ടാരത്തിൽ വലിയ വലിയ സദ്യകൾ നടക്കുമ്പോൾ ദഹനത്തിന് വേണ്ടി ഇഞ്ചിക്കറി നിർബന്ധമായിരുന്നേ. അന്നൊക്കെ ഇഞ്ചി കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാൻ പ്രത്യേകം പാചകക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടിട്ടുള്ളത്. എന്നാൽ ഓരോ കുടുംബത്തിലും അമ്മമാർക്ക് ഇഞ്ചിക്കറി വെക്കുന്നതിൽ അവരുടേതായ ചില രഹസ്യ കൂട്ടുകളും ഉണ്ടായിരുന്നേ. ഇന്നത്തെ തലമുറയ്ക്ക് ഫാസ്റ്റ് ഫുഡിൻ്റെ ഇടയിൽ ഇതൊക്കെ പ്രാധാന്യം കുറഞ്ഞു വരുന്നെങ്കിലും ഒരു നാടൻ ഉണ്ട കൂടെ ഇഞ്ചിക്കറി തരുന്ന ഒരു തൃപ്തി വേറെ ഒന്നിനും തരാൻ പറ്റില്ലേ. എന്നിട്ട് നല്ല രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി പിഴിഞ്ഞ ആ ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് തെളിച്ചൊഴിച്ചു കൊടുക്കണവേ. ഇതേ രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ ഇഞ്ചി തെളിച്ചെടുത്തതിൻ്റെ അടിയിൽ ഒരു വെളുത്ത നിറത്തിൽ മാവ് അടിഞ്ഞു കൂടുന്നത് കാണാമല്ല, അത് നമ്മുടെ ഇഞ്ചിയുടെ സ്റ്റാർച്ചാണ്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. തെളിഞ്ഞു വന്ന ആ ജ്യൂസ് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. അടിയിലുള്ള ഈ മാവ് കറിയിൽ ചേർക്കാൻ പാടില്ലേ. കാരണം ഈ മാവ് കറിയിൽ ചേർത്താൽ ഇഞ്ചിക്കറിക്ക് ഒരു വഴുക്കൽ സ്വഭാവം വരുവേ. കൂടാതെ കറിയുടെ ആ യഥാർത്ഥ നാടൻ ടേസ്റ്റ് നഷ്ടപ്പെടുവേ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിക്കറിയിൽ ദീർഘനാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യുവേ. ഇനി ഇതിലേക്ക് നമുക്ക് വാളംപുളിയുടെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യാനുസരണം വാളംപുളിയുടെ നീർ ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ഒരു കറിയുടെ രൂപത്തിൽ ഇച്ചിരി കട്ടി കുറച്ചാൽ വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വാളംപുളിയുടെ നീര് ചേർത്ത് കൊടുക്കാവേ. അതല്ല ചെറിയൊരു കട്ടിയിൽ വേണമെങ്കിൽ കുറച്ചൊഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അത് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളംപുളിയുടെ നീര് ചേർത്താൽ ഒത്തിരി ദിവസമൊന്നും നമ്മുടെ ഇഞ്ചിക്കറി ഇരിക്കത്തില്ല, പെട്ടെന്ന് ചീത്തയായി പോവേ. അന്നേരം നമ്മൾ ഈ വാളംപുളിയുടെ നീരിന് പകരം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ 1-2 മാസം വരെ പുറത്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇഞ്ചിക്കറി ഇരിക്കുവേ. ഇനി ആവശ്യത്തിന് നമുക്കിതിലേക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പലർക്കും ഉള്ളൊരു സംശയമാണ് ഇഞ്ചിക്കറിയും ഇഞ്ചിപ്പുളിയും ഒന്നാണോ എന്നുള്ളത്. ശരിക്കും ഇത് രണ്ടും രണ്ടാണ്. പുളിയിഞ്ചിയിൽ നമ്മൾ ഇഞ്ചി ഒട്ടും അരയ്ക്കാതെ ആണ് നമ്മൾ എടുക്കുന്നത്. കൊത്തി അരിഞ്ഞാണ് നമ്മൾ വഴറ്റി ശർക്കരയിട്ട് വറ്റിച്ചെടുക്കുന്നത്. അതൊരു അച്ചാർ പരുവത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് വെക്കുന്നത് ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വറുത്തരച്ചാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നല്ലൊരു ഗ്രേവി ഉണ്ടാവുകയെ ചോറിലൊഴിച്ച് കഴിക്കാൻ പറ്റിയ പാകത്തിന് ഇത് നമുക്ക് കിട്ടുകയും ചെയ്യുവേ. നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ വെളിച്ചെണ്ണയും പുളിയും കായവും ഒക്കെ പാകത്തിന് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇത് പുറത്ത് വെച്ചാലും ഇത് കേടുകൂടാതെ കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുവേ. ഇതേ രീതിയിൽ നിങ്ങൾ ഇഞ്ചിക്കറി ഒന്ന് വെച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.